മാജിക്കില് നമ്മൾ ഇനി പോകാൻ പോണ ഗെയിമിന്റെ പേരാണ് വേഷപ്പകർച്ചകളുടെ ഒരു ഗെയിം ആയതുകൊണ്ട് തന്നെ മൂവിംഗ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് രാജാ തേജ. ശരി, ഈ രാജാ തേജ എന്ന് പറഞ്ഞ ഗെയിം എങ്ങനെ കളിക്കണം എന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ഒരു ടീമിൽ നിന്ന് 2 പേര് ഏറ്റവും ആദ്യം വന്നിട്ട് ഒരാള് ഈ ഒരു പില്ലറിന്റെ ബാക്കില് അല്ലെങ്കിൽ ബാനറിന്റെ ബാക്കിൽ ഒളിച്ചു നിൽക്കണം. രണ്ടാമത്തെ ആള് തൊട്ടിപ്പുറത്ത് ലൈക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കണം. പിന്നെയുള്ള അപ്പൊ എത്ര പേര്? 2 പേര് ഓൾറെഡി തീർന്നേ. പിന്നെയുള്ള 3 പേര് ഇവിടെ ഓരോ സർക്കിൾ കണ്ടോ, അവിടെ ഇങ്ങനെ ഓരോ കൈ ഇങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ട് ഞാൻ പ്രസന്റ് എന്നുള്ള രീതിയിൽ 1 2 3 3 പേര് നിൽക്കണം. അപ്പൊ എത്ര? 5 പേരായി. റിമൈനിങ് ഒരാള് അവിടെ നിൽക്കണം. അവിടെ കുറെ പ്രോപ്പർട്ടീസ് നമ്മൾ വെച്ചിട്ടുണ്ട്. പല പല രൂപങ്ങളുടെ പല പല ലൈക്ക് കോസ്റ്റ്യൂംസ് ആയിരിക്കും. ആദ്യത്തെ ഒരു പ്രോപ്പർട്ടി എടുക്കുന്നു, ആദ്യത്തെ ആള് ഇങ്ങോട്ട് പുറത്തു കൂടെ കൊടുക്കുന്നു, നമ്മൾ പുറത്തു കൂടെ അത് കളക്ട് ചെയ്ത് ഇപ്പുറത്തെ ആൾക്ക് കൊടുക്കണം. അങ്ങനെ പാസ് ചെയ്ത് ഇവിടെ നിൽക്കുന്ന ആള് കൊടുക്കുമ്പോൾ ഇവിടുത്തെ ആളുടെ കയ്യിലേക്ക് എത്തുന്നു. ഇവിടെ ഒളിച്ചു നിൽക്കുന്ന ആള് ആ ഒരു കോസ്റ്റ്യൂം എന്തോ ആയിക്കോട്ടെ അത് ഇട്ട് തുടങ്ങണം. ഏറ്റവും ആദ്യം ആ ഒരു കോസ്റ്റ്യൂം ഇട്ട് കഴിയണം. ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന ഇവിടുത്തെ സെക്കൻഡ് പേഴ്സൺ ആണ് അടുത്ത കോസ്റ്റ്യൂം ഇതുപോലെ കളക്ട് ചെയ്തിട്ട് ഇവിടെ ഒളിച്ചു നിന്നിട്ട് ആ കോസ്റ്റ്യൂം ഇടണം. ഏറ്റവും ആദ്യം ഒരു ടീമിലെ 2 പേര് ആ ഒരു കംപ്ലീറ്റ്ലി അവർ ഡ്രസ്ഡപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഫോർവേഡ് വരാൻ പെർഫോം ചെയ്യാം. ഓക്കെ, ഇതാണ് ടാസ്ക് എന്ന് പറയുന്നത്. സമ്മാനം കിട്ടുന്ന പെർഫോമൻസിനാണ് സമ്മാനം. പെർഫോം, അതായത് ഏറ്റവും നന്നായിട്ട് വിത്തിൻ ദ ടൈം ലിമിറ്റ് ഇത് ഏറ്റവും ആദ്യം വരുന്ന കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ട് കോസ്റ്റ്യൂം ചെയ്ത് വരുന്ന പെർഫോം ചെയ്യുന്ന ടീമായിരിക്കും ജയിക്കാൻ പോണേ. അപ്പളേ രാജാ തേജ. അപ്പൊ നമുക്ക് ബാക്കി നോക്കിയാലോ. തേജസ്സോട് കൂടിയിട്ട് ബ്രൈറ്റ് പെർഫോമൻസ് ആണ് നമ്മുടെ ലക്ഷ്യം. കോസ്റ്റ്യൂം മാത്രം ഇട്ട് അവർ ഡ്രസ്സപ്പ് ചെയ്ത് വന്നിട്ട് കാര്യമില്ല, പെർഫോം ചെയ്യണം. ഓക്കെ, കൗണ്ട് ഡൗൺ പ്ലീസ് ഫോർ രാജാ തേജ. 3 2 1 കൈ എത്തുന്നില്ലേ? ഏയ് നെൽസൺ ഷൂറിനാണ്, ഒന്ന് ഇരുന്നോളൂ. തിരിച്ചു ഭംഗിയാവുമ്പോഴേ ആ മുടി അങ്ങ് അകത്ത് കയറ്റ്. മുടി ഇങ്ങനെ അഴിക്കാവോ? അവിടെ ഇരുന്നെ കൊടുക്കണേ, ഇരുന്നെ കൊടുക്കണം. ആൻഡ് അറ്റ് ലാസ്റ്റ് ഏറ്റവും നല്ല കോമഡി പെർഫോമൻസ് ആണ് നമുക്ക് വേണ്ടത്. ഡ്രസ്സപ്പ് ചെയ്ത് കഴിഞ്ഞ് ഫോർവേഡ് വരിക, പെർഫോം. അനുള്ള ആ ടീം, ശശുള്ള ആ ടീം ജയിക്കുന്നുള്ളവരൊന്ന് കൈബന്ധിക്കൂ. അവരുടെ പ്രതീക്ഷയൊക്കെ പോയി, പഴയ പ്രതീക്ഷ എല്ലാം പോയി. ഈ ടീം സുമയുടെ ഈ ടീം എന്ന് പറയുന്നവർ കൈബന്ധിക്കൂ. അടിപൊളി, 2നും കൈബന്ധിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, ടൈം ഇസ് ഓവർ. ഇത്ര ടൈമേ നമുക്ക് അനുവദിക്കാൻ പറ്റുള്ളൂ. ഈ ടൈമിനുള്ളിൽ അവരെന്താണ് ചെയ്തിട്ടുള്ളത്, അവിടെ എന്തായിരുന്നു പരിപാടി എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം വരുന്നു സുമ ആൻഡ് അഞ്ജന വിത്ത് കോമഡി പെർഫോമൻസ്. ഞാനൊരു രാജാവായാൽ നിന്നെ റാണിയാക്കാം പെണ്ണേ. ഞാനൊരു രാജാവായാൽ നിന്നെ റാണിയാക്കാം പെണ്ണേ. കൊച്ചു രാജകുമാരനും രാജകുമാരിയും തോളിലേറി തുള്ളേണം, എന്റെ തോളിലേറി തുള്ളേണം. ഞാനൊരു രാജാവായാൽ നിന്നെ റാണിയാക്കാം പെണ്ണേ. കൊച്ചു രാജകുമാരനും രാജകുമാരിയും തോളിലേറി തുള്ളേണം, എന്റെ തോളിലേറി തുള്ളേണം. ഞാനൊരു രാജാവായാൽ നിന്നെ റാണിയാക്കാം പെണ്ണേ. കരളിന്റെ ഉള്ളിൽ നിന്നും പ്രണയത്തിൻ നൂലെടുത്ത് പെണ്ണെ നിൻ പേരെഴുതി, ഹൃദയത്തിൽ അറിയാതെ ഞാൻ എഴുതി. ഒളിഞ്ഞും മറഞ്ഞും എന്നെ ഇടയ്ക്കു നീ നോക്കുന്നുണ്ടെന്നറിഞ്ഞെന്നും ഞാൻ നടന്നു, നിൻ മനസ്സിൽ ഞാൻ ഉണ്ടെന്ന നേരറിഞ്ഞു. പലവട്ടം നിന്നോട് പറയാൻ ഞാൻ അടുത്തപ്പോൾ പറയാനുള്ളത് മാത്രം മറന്നുപോയി. പറഞ്ഞില്ലെങ്കിൽ
ഇൻട്രൊഡ്യൂസ് ചെയ്യൂ പ്ലീസ്. ഞാൻ അളകാപുരി രാജ്യത്തെ രാജാവ് പൃഥ്വിരാജ്. ആഹാ, നല്ല പേര്. ഇതെന്റെ പ്രിയ പത്നി രാജ്ഞി അളകാപുരി പൃഥ്വിരാജിന്റെ ഭാര്യ രാജ്ഞി. അത്യാവശ്യം നല്ലപോലെ പൂക്കുന്നുണ്ട്, കുലയ്ക്കുന്നുണ്ട്, പുഴുക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഒന്ന് തീരുമാനം. അടുത്തത് പൂത്ത് തൊലയാനായിട്ട് രണ്ടുപേര് വരുന്നുണ്ട്. രാജാ, വേറൊരു കാര്യമുണ്ട്. എന്താ? അപ്പുറത്തെ രാജ്യത്തിരിക്കുന്ന രാജാവില്ലേ ടിനി രാജാവ്, ഇനി രാജാവ് അങ്ങനെ എന്റെ പൊക്കിലുള്ള നോട്ടം ഇട്ടിരിക്കുന്നു. ഞാൻ വാളെടുക്കും. വാളെടുക്കാൻ ഞാൻ തുടച്ചു കളയാൻ തയ്യാറാണ്. എനിക്കൊരാഗ്രഹം കൂടിയുണ്ട്. എന്താണ് രാജ്ഞി? എനിക്കും അങ്ങനെ പോലെ ഫ്ലൈറ്റിൽ നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതെ, പേടിക്കണ്ട, ഇത് കഴിയുമ്പോഴേക്കും ടിക്കറ്റ് കൊടുക്കണ്ട, ഒന്നും എന്നാ രാജാ, നമുക്ക് കൊട്ടാരത്തിന്റെ അകത്തേക്ക് പോയാലോ? വരൂ, നമുക്ക് അന്തപുരത്തിലേക്ക് പോകാം. സന്ധ്യ ഉറങ്ങാം. സന്ധ്യയല്ല, നമുക്ക് എന്തായാലും കുതിരപ്പുറത്ത് പോകണ്ട, ഏറി തന്നെ പോകാം. ഞാനൊരു രാജാവായാൽ നിന്നെ റാണിയാക്കാം പെണ്ണെ. ഇനി നിങ്ങളുടെ രാജ്യത്തുനിന്ന് ആരാ വരാൻ പോണേ? ഞങ്ങളുടെ രാജാവും രാജ്ഞി റെഡിയായി നിൽക്കുകയാണ്. ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരാണോ? പിന്നെ കിടുക്കാണ്. അതെ അല്ലെ, ബുദ്ധിയുടെ അല്ലേ? കിഴങ്ങേന്ദ്ര മഹാരാജാവും വാറ്റേന്ദ്ര മഹാറാണിയും.